ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഗ്യവാനെക്കുറിച്ച് നമ്മൾ കാണുകയായിരുന്നു. അവസാനം പറഞ്ഞു വച്ചത്, അവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അതിൻ്റെ ഇല കൊഴിയുന്നില്ല, യഥാകാലം ഫലം തരും. എന്നാൽ ദുഷ്ടർ അങ്ങനെയല്ല. കാറ്റത്ത് പറത്തുന്ന പതിര് പോലെ അത്രേ. ദുഷ്ടൻ്റെ ചില കാര്യങ്ങൾ പറയാണ്, അവൻ കാറ്റത്ത് പറത്തുന്ന പതിര് പോലെ അത്രേ. ദുഷ്ടൻ ന്യായവിധിയിൽ എഴുന്നേൽക്കില്ല. ന്യായവിധി സമയത്ത് അവന് എഴുന്നേൽക്കാൻ പറ്റില്ല. പാപികളും നീതിമാന്മാരുടെ സമൂഹത്തിലും, പാപികൾക്ക് നീതിമാരുടെ സമൂഹത്തിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. തുടർന്ന് പറയാണ്, നീതിമാന്റെ മാർഗങ്ങൾ ദൈവം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നശിക്കും. പ്രൈസ് ലോർഡ്. ദുഷ്ടരുടെ ജീവിതത്തിൽ അവർക്ക് യഥാകാലം നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. അവരുടെ ഇലകൾ കൊഴിയാതിരിക്കുകയില്ല. അവർ ആറ്റുതീരത്ത് നിന്ന് അകറ്റപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദുഷ്ടർ അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? കാറ്റത്ത് പറക്കപ്പെടുന്ന അല്ലെങ്കിൽ കാറ്റത്ത് പാറ്റപ്പെടുന്ന പതിര് പോലെയാണ് അവൻ. കാറ്റടിക്കുമ്പോൾ പതിര് പറന്നു പോകുന്നത് പോലെ നിശ്ചിതമായ ഒരു സ്ഥലമോ ഒരു ലക്ഷ്യമോ അവനില്ല. കാറ്റ് എങ്ങനെ വീശുന്നോ അപ്രകാരം അവൻ പോയിക്കൊണ്ടേയിരിക്കും. ദുഷ്ടൻ്റെ മാർഗം അതാണ്. സ്വന്തമായൊരു തീരുമാനമെടുക്കില്ല. സാഹചര്യം അനുസരിച്ച് പോവുകയാണ്. സാഹചര്യം അനുസരിച്ചല്ല നമ്മൾ നീന്തേണ്ടത്, പോകേണ്ടത്. ലോകത്തിൻ്റെ സാഹചര്യം നമ്മളെ പാപത്തിലേക്ക് നയിക്കും. ഒഴുക്കിനെതിരെ, പാപത്തിനെതിരെ നീതിയാണ് നമ്മൾ കയറേണ്ടത്. കാരണം ജീവിച്ചിരിക്കുന്നവർ സഭയിൽ യുദ്ധം ചെയ്യുന്ന സഭയാണ്. നമ്മൾക്കറിയാം, സഭയിലെ അംഗങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നത്, കിരീടം നേടിയവരുണ്ട്, അതിനുവേണ്ടി മല്ലടിക്കുന്നവരുണ്ട്, കിരീടം ലഭിക്കാതെ പോയ വ്യക്തികളുമുണ്ട്. അപ്പോൾ കാറ്റത്ത് പറത്തപ്പെടുന്ന പതിര് പോലെയാണെങ്കിൽ അവന് ലക്ഷ്യമില്ല. ഈ ലോകത്തിൻ്റെ കുത്തൊഴുക്കിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കും. അരുതുകളോട് അരുത് എന്ന് പറയുവാൻ അവന് സാധിക്കാതെ പോകും. മറ്റൊരു കാര്യം, പാപികളും നീതിമാരുടെ സമൂഹത്തിൽ എഴുന്നേൽക്കില്ല. പാപിയായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നീതിമാരുടെ സമൂഹത്തിൽ അവന് എത്തിപ്പെടാൻ സാധിക്കുകയില്ല. അവൻ്റെ വാക്ക് പറയാൻ സാധിക്കുകയില്ല. പറയുന്നതെല്ലാം ജൽപ്പനങ്ങളായി മാറുകയും ചെയ്യും. മൂന്നാമത് നമ്മൾ പിന്നെ കാണുന്നത്, നീതിമാന്റെ മാർഗം കർത്താവ് അറിയുന്നു, പാപിയുടെ മാർഗം നശിക്കുന്നതാണ്. പാപിയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ നമ്മുടെ ആത്മാവിനും ശരീരത്തിനും എല്ലാം നാശം സംഭവിക്കും. ചിന്തകൾക്ക് പോലും മാറ്റം സംഭവിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ചിന്തയാണ് ഹൃദയ വിചാരത്തിലൂടെ കടന്നു വന്ന് ആധാരത്തിലൂടെ പുറത്തേക്ക് വരിക. പിതാവായ ദൈവത്തിൻ്റെ ചിന്തയാണ് നമ്മൾക്ക് ദൈവവചനമായി രൂപപ്പെട്ട് കിട്ടിയത്.
പിതാവിൻ്റെ ചിന്ത ഹൃദയം നിറഞ്ഞ അധരത്തിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ എഴുതപ്പെട്ട ലിഖിതങ്ങളായി മാറി, എഴുതപ്പെടാത്തത് പാരമ്പര്യമായി മാറി. കാരണം യോഹന്നാൻ ശ്ലീഹ തന്നെ പറയുന്നുണ്ട്, യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ഇത് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ലായിരുന്നു. അത്രയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുണ്ട്. അത് കുറെയെല്ലാം എഴുതി, കുറേയൊക്കെ എഴുതാൻ പറ്റിയില്ല, പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്നു. ഉദാഹരണത്തിന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മുടെ സ്ത്രീകൾ അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞ്, കേരളത്തിലുള്ളവരെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ അടുക്കളയിൽ ചെന്ന് കഴിയുമ്പോൾ അവർ ചായ ഇട്ടു അല്ലെങ്കിൽ അരി ഇടുന്ന സമയത്ത് അരിയെടുത്ത് കഴുകി അടുപ്പിലിടുമ്പോൾ അതിലൊരു കുരിശു വരയ്ക്കും. ഇതെവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? അത് കൈമാറ്റപ്പെട്ട വിശ്വാസമാണ്. കാരണം കുരിശു വരയ്ക്കുമ്പോൾ അശുദ്ധി നീങ്ങിപ്പോകുന്നു, ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. ഇത് കാനായിലെ വിവാഹം വരുന്ന പോലെ എത്ര പേര് വന്നാലും സമൃദ്ധി ഉണ്ടാകണം എന്നൊരു ചിന്തയോടുകൂടിയാണ് അവർ ചെയ്യുക. അറിഞ്ഞോ അറിയാതെ അവർ ചെയ്യുന്നു. ഒരുപക്ഷെ അവർക്ക് അർത്ഥം അറിയണമെന്നില്ല. പാരമ്പര്യത്തിലൂടെ മാതാപിതാക്കന്മാർ കാണിച്ചു വച്ചിരിക്കുന്നത് മക്കളത് ചെയ്തു പോരുന്നു. അടുക്കളയിൽ കയറുമ്പോൾ അമ്മ ഒരു കുടുംബിനിയായിരുന്നതുപോലെ അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് അടുക്കള കയറി അവർ പാചകം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ ചെയ്യുന്ന അവർ പാചകം ചെയ്യുമ്പോൾ ആ പാചകത്തിനെല്ലാം നല്ല രുചി ലഭിക്കുന്നു. കാരണം വിവാഹവിരുന്നിൽ അവസാനം വിളമ്പിയ വീഞ്ഞ്, മേൽത്തരം വീഞ്ഞ് ഇതുവരെ നിങ്ങൾ സൂക്ഷിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടാകുമ്പോൾ അത് എല്ലാ രുചിയുള്ളതും മേൽത്തരമായി മാറും. സ്നേഹമുള്ളവരെ, നമ്മൾ പാപികളുടെ മാർഗത്തിൽ സഞ്ചരിക്കാതിരിക്കുക, ദുഷ്ടരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക, പരിഹാസരുടെ പീഠത്തിൽ ഇരിക്കാതിരിക്കുക. നമ്മൾ ദൈവവചനങ്ങൾ ധ്യാനിക്കുക, അനുദിനം ധ്യാനിക്കുക, വിചിന്തനം ചെയ്യുക. എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി ദൈവവചനം മാറണം. മൃഗങ്ങൾ ആഹാരപദാർത്ഥങ്ങൾ അവർ ചവച്ചരച്ച് ഉദരത്തിലേക്ക് പോയി വീണ്ടും അത് തിരിച്ചു കൊണ്ടുവന്ന് ചവച്ചരച്ച് ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് പോലെ ദൈവവചനങ്ങൾ നമ്മൾ പെട്ടെന്ന് സ്വീകരിക്കുന്നു. അത് പാറപ്പുറത്ത് വീണ വിത്തായി പോകാതെ, മുൾപ്പടർപ്പിൽ പോയ വിത്തായി പോകാതെ, നല്ല നിലത്ത് വീണ് 100 മേനിയും ഫലം പുറപ്പെടുവിക്കുവാൻ, 30 മേനിയും 60 മേനിയുമല്ല 100 മേനിയും ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവിധം നമ്മളെ ഹൃദയവയലുകളെ ഒരുക്കി അതിൽ നല്ല ഫലം പുറപ്പെടുവിച്ച്, ഈ ഫലം എനിക്ക് മാത്രമായിട്ടുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ല ഫലം പുറപ്പെടുവിച്ച് എല്ലാവർക്കും ആനന്ദം ലഭിക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലെപ്പോഴും ഉണ്ടാകട്ടെ. വചനം ശ്രവിക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ, ഓരോരുത്തർക്കും വ്യത്യസ്തമായ പ്രത്യേകതകളുണ്ട്. ജന്മദിനമുണ്ട്, വിവാഹദിനമുണ്ട്, എൻഗേജ്മെൻ്റ് ദിനമുണ്ട്, മരിച്ചവരുടെ ഓർമ്മ ദിവസമുണ്ട്. ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ പ്രത്യേകത എന്താണ്? എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? പക്ഷേ ഒരു പ്രത്യേകതയില്ലായിരിക്കാം. ജനിച്ചിട്ട് ഇത്ര ദിവസമായി, അതൊരു പ്രത്യേകതയാണ്. ദൈവം തന്ന ജീവനാണ്. ഇത്ര ദിവസം കിട്ടിയപ്പോൾ ദൈവമേ, ഇതിലെല്ലാം നിന്റെ കരുതലാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ സൗഭാഗ്യങ്ങളുണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഓർക്കുക. കഷ്ടതകളുണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഓർക്കുക. കാരണം ഞാൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷമാണ്. ആ ചിന്ത എന്നെ ഭരിക്കണം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥപ്പെടരുത്. അവസാനം അതിൻ്റെ പൂർണ്ണതയിൽ ദൈവം നിന്നെ കൊണ്ട് എത്തിക്കും.
നിനക്ക് ദൈവം നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ. പ്രൈസ് ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.